ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ക്രാഫ്റ്റിന് വേണ്ട ക്ലേ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു ബൗളിൽ കുറച്ച് ബേബി ഓയിൽ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലവർ ഞാനിവിടെ ഒരു അളവിന് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കപ്പ് കോൺഫ്ലവറും 1 കപ്പ് വൈറ്റ് ഗ്ലൂവും. വൈറ്റ് ഗ്ലൂ എന്ന് പറയുമ്പം നമുക്ക് ഫെവിക്കോൾ ആയിരുന്നാലും മതിയാകും. അപ്പം 2 കപ്പ് കോൺഫ്ലവറിന് 1 കപ്പ് ഫെവിക്കോളും കൂടെ. അപ്പം ഞാൻ എടുത്ത ആ കപ്പിൻ്റെ അളവിനുള്ള ഫെവിക്കോളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് ഫുള്ള് ബോട്ടിലും അതിൽ തന്നെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അടുത്ത് നമുക്ക് സാധാ വിനാഗിരി ഒരു ടേബിൾ സ്പൂണ് ഫുള്ള് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ നമുക്കിനി ഈ ചാനലിൽ കുറച്ച് ക്ലേയുടെ ക്രാഫ്റ്റ് വീഡിയോയും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ സ്വന്തമായിട്ട് ക്ലേ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതി ചെയ്യുന്നത്. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ മാത്രം അടുപ്പത്ത് നല്ല ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാക്കി എടുക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഷാമ്പു ആണ്, സാധാ ഷാമ്പു. അപ്പോൾ അത് കുറച്ചൊന്ന് കൈകളിൽ പുരട്ടിയിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ആ ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ചൂടാക്കുന്നത് ഒരുപാട് സമയം വേണ്ട, ഏകദേശം ഒരു 5 മിനിറ്റിനകത്ത് മതി ചെറിയ ചൂടിൽ. എന്നിട്ട് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടുത്ത് നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വാസലിൻ അങ്ങനെയുള്ള എന്തെങ്കിലും കൈകളിൽ പുരട്ടിയിട്ട് അതൊന്നും കൂടെ നല്ലവണ്ണം നമുക്ക് ആ ക്ലേ നല്ല ഒരു മയം കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം പ്രസ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റെങ്കിലും നല്ല വൃത്തിയായി പ്രസ് ചെയ്ത് തന്നെ നല്ലൊരു മയം വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക് ക്ലേ. ഇനി അടുത്ത് നമുക്ക് അതിനൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് 2 മാസം മുതൽ ഒരു 3 മാസം വരെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു കേടും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്ലേ 1 കിലോ തന്നെ പേപ്പർ ക്ലേ തന്നെ 300 രൂപയ്ക്ക് പുറത്താണ് വില. എയർ ഡ്രൈ ക്ലേ ആണെങ്കിൽ ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ 100-150 രൂപയാണ് വില. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ആക്രിലിക് കളറ് നമുക്ക് ആവശ്യമുള്ള ക്ലേ എടുത്തിട്ട് കുറച്ച് കളർ ഒഴിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കളർ ക്ലേയും ഇതിൽ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ മുതൽ നമുക്ക് ക്ലേയിലുള്ള കുറച്ച് വീഡിയോകളും കൂടെ കാണും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.